ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് വിദ്യ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. ഓൾറെഡി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഈ സ്ക്രീനിൽ വരുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് അല്ലേ. ഇങ്ങനെയുള്ള ടോപ്പ് ട്രെൻഡിങ് ആയിട്ടുള്ള AI വീഡിയോസ് നിങ്ങൾ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതിന് വളരെയധികം വ്യൂസ് വരുന്നുണ്ട്. മില്യൺസ് വ്യൂസ് ആണ് അതിന് വന്നിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള വീഡിയോസ് എങ്ങനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ 3 ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ, നമുക്കൊരു സ്ക്രിപ്റ്റ് വേണം. ആ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ChatGPT ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, നമുക്ക് ആ സ്ക്രിപ്റ്റിൽ നിന്നും ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലിയോനാർഡോ AI ആണ് ഇവിടെ എടുക്കുന്നത്. അതേപോലെ പിന്നെ തേർഡ് വൺ, ഈ ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ കാണുന്ന വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഹൈലിയോ AI എന്നുള്ള വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിനായിട്ട് ChatGPTക്കകത്താണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോ വേണ്ടത് അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുന്നുണ്ട്. എനിക്ക് അതേപോലെയുള്ള ഒരു 10 വെറൈറ്റി അല്ല 10 യുണീക്ക് ആയിട്ടുള്ളതാണ് വേണ്ടത്. സോ ഞാൻ എൻ്റെ ഒരു ഇത് കൊടുക്കുന്നത് താഴത്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ChatGPTക്കകത്ത് കൊടുത്തു എനിക്ക് ഇങ്ങനത്തെ ഇതേപോലുള്ള 10 സ്ക്രിപ്റ്റ് വേണം. ഓരോ സ്ക്രിപ്റ്റ് എന്ത് യൂണീക്ക് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ChatGPTക്കകത്ത് കൊടുക്കുന്നുണ്ട്. ChatGPT എന്തെന്ന് വെച്ചാൽ ഇതേപോലുള്ള 10 സ്ക്രിപ്റ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ നമുക്ക് എങ്ങനെ ChatGPT തരും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ChatGPT എനിക്കൊരു 10 സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിന്റെ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് ജനറേറ്റ് ചെയ്ത് നോക്കാം. സോ ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ലിയോനാർഡോ AI ആണ്. സോ ഞാൻ ലിയോനാർഡോ AIക്കകത്ത് പോകുന്നുണ്ട്. ഈ ലിയോനാർഡോ AI എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ ഇൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സൈഡ് ബാർ ആയിരിക്കും വരിക. ഇതിനകത്ത് നമുക്ക് 150 ക്രെഡിറ്റ്സ് ആണ് അവർ ഒരു ദിവസം നമുക്ക് തരാം ഫ്രീ ആയിട്ട്. അപ്പൊ 150 ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്തിട്ടേ യൂസ് ചെയ്യാൻ പറ്റും. ആ 150 ക്രെഡിറ്റ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് കുറച്ച് ഇമേജസ് നമുക്ക് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഇതിൽ ഞാനിപ്പോൾ ഇത് ഇമേജ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ മാത്രമാണ് എടുക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാം. ഞാൻ ഇമേജ് ജനറേഷന് മാത്രമായിട്ട് ലിയോനാർഡോ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാം. സോ ഇമേജിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ വരും, ഇങ്ങനെ സൈഡ് ബാർ വരും. ആ സൈഡ് ബാറിൽ വേണ്ടിയിട്ട് ഫസ്റ്റ് മോഡൽ സെലക്ട് ചെയ്യാം. ഞാൻ നോർമലായിട്ട് എപ്പോഴും ഫിനിക്സ് 1.0 എന്നുള്ള മോഡലാണ് സെലക്ട് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ എന്നുള്ളത് പ്രോംപ്റ്റ് എൻഹാൻസ് എന്നുള്ളത് എപ്പോഴും ഓട്ടോയിലാണ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ വേറെ ഓപ്ഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക് ആണ് കൂടുതലായിട്ടും നല്ലത്. പിന്നെ അതിന്റെ സ്റ്റൈലിലുള്ളത് കുറേ ഓപ്ഷൻ അതേപോലെ നമുക്ക് വിസിബിൾ ആയി കാണാം. ഇതിൽ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഒന്ന് ഡൈനാമിക് ആണ്. പിന്നെ വേറെ ഒന്ന് വന്ന് പ്രോ കളർ ഫോട്ടോഗ്രാഫി എന്നുള്ള ഓപ്ഷനാണ്, അതാണ് ഇപ്പൊ സെലക്ട് ചെയ്യുന്നത്. പിന്നെ കോൺട്രാസ്റ്റ് മീഡിയത്തിൽ തന്നെയാണ് കൊടുക്കുക. ജനറേഷൻ മോഡ് ഫാസ്റ്റ് ആണ്. പിന്നെ നമ്മൾ വീഡിയോ ജനറേഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഷോർട്സിനോ റീൽസിനോ വേണ്ടിയിട്ടാണ്. സോ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 9:16 എന്നുള്ള ഓപ്ഷൻ ആണ് അല്ലെ. അപ്പൊ അത് കാണണമെങ്കിൽ നമ്മൾ കസ്റ്റംസിനകത്ത് പോവുക, എന്നിട്ട് ഡിവൈസിനകത്തുള്ള ഈ മൊബൈൽ 9:16 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ സെറ്റിംഗ്സ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും ഇമേജ് ജനറേറ്റ് ചെയ്യാം. ഇമേജ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഞാൻ ഈ ആദ്യത്തെ സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തൊട്ട് ഈ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഇവിടെ ഈ മുകളിൽ ഇവിടെ പ്രോംപ്റ്റ്, എന്നിട്ട് ഈ മുകളിൽ കാണുന്ന ഈ ബോക്സ് കാണുക, ഇവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാവുന്ന ഈ ജനറേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഈ ജനറേറ്റ് എന്നുള്ള ഓപ്ഷനകത്ത് നമ്മൾ ആൾസോ ഇതിനകത്ത് നമുക്കൊരു 4 ഇമേജസ് ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുക, ജനറേറ്റ് ആവുന്ന. ആ 4 ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ എത്ര ക്രെഡിറ്റ്സ് പോകുന്നുള്ളത് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത് 24 ക്രെഡിറ്റ്സ് വെച്ചിട്ടാണ് പോവുക. ഓക്കെ, സോ 24 ക്രെഡിറ്റ്സ് വെച്ച് അവിടെ പോകുന്നതാണ് അവർ പറയുന്നത്. സോ നമ്മളിവിടെ ജനറേറ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇവിടെ 4 ഇമേജസ് ആയിട്ടാണ് അത് ജനറേറ്റ് ചെയ്യുക. അപ്പൊ ഈ 4 ഇമേജസിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ നമ്മുടെ ഇമേജ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 4 ഇമേജസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഓക്കെ എന്ന് വെച്ചാൽ നോക്കിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ എനിക്ക് ഇതിൽ വന്നിട്ട് ഈ ഒരു ഇമേജ് ആണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് തോന്നുന്നത്. സോ ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ ഇതിന്റെ മുകളിലായിട്ട് ഈ സെന്ററിൽ ഇത് രണ്ടിന്റെ ഇടയിലായിട്ട് ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ആവും. ഇനി നമ്മൾ എന്ത് ചെയ്തു, അപ്പൊ നമ്മുടെ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഒന്ന് സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്തു, ആ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇമേജ് ജനറേറ്റ് ചെയ്തു. ഇനി ഇമേജിൽ നമുക്ക് എന്ത് ചെയ്യണം, വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാം.
സോ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ടൂള് ഹൈലിയോ AI എന്ന ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇമേജിന് എന്ത് ചെയ്യുന്നത് വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. ഗൂഗിൾ ത്രൂ നിങ്ങളുടെ ജിമെയിൽ യൂസ് ചെയ്തുകൊണ്ട് സൈനപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ത്രൂ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ സൈഡ് ബാർ വരും. അതിനകത്ത് നമുക്ക് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ക്രിയേറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെയായിരിക്കും വരിക. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത് വന്നിട്ടുള്ളത് I2V എന്നുള്ളതാണ്. അത് ഇമേജ് ടു വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. അതായത് നമ്മുടെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന പോലെ നമ്മുടെ കയ്യിൽ ഇമേജ് ഉണ്ട്, ആ ഇമേജിൽ നിന്ന് വീഡിയോ കൺവേർട്ട് ചെയ്യാനാണ്. സോ നമുക്ക് ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് ടെക്സ്റ്റ് ടു വീഡിയോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആ പ്രോംപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടും വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ എങ്ങനെയായിരിക്കും വരിക എന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പ് ഉള്ള വീഡിയോ ആയിട്ടായിരിക്കും ഇവിടെ വരിക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമേജ് ടു വീഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് വന്നിട്ട് സബ്ജക്റ്റ് റെഫറൻസ് ആണ്. അതായത് ഇപ്പൊ നമുക്കൊരു സബ്ജക്റ്റ് തന്നെ ആ വീഡിയോയിൽ കണ്ടിന്യൂ ആയിട്ട് വേണം, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി അവിടെ അങ്ങനെ വേണം എന്ന് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ സബ്ജക്റ്റ് റെഫറൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷനാണ് വേണ്ടത്, അതായത് ഇമേജ് ടു വീഡിയോ എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ഇമേജ് ഇവിടത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സ്ക്രിപ്റ്റിലെ ഈ ഇമേജ് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് അതുകൊണ്ടുവന്ന് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഇമേജസിലുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ ത്രൂ എന്ത് ചെയ്യും, ആ വീഡിയോ അതിനനുസരിച്ച് മൂവ്മെന്റ് വരും. അതിനുള്ള ടെക്സ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ബോക്സിനകത്ത് കൊടുക്കേണ്ടത്. താഴത്തെ ഇതിന്റെ മോഡൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ 3 മോഡൽ എന്ന് പറയുന്നത് ഇതിന്റെ മൂവ്മെന്റ് എങ്ങനെ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ. നമ്മൾ വായിച്ചു നോക്കുക, നിങ്ങൾക്ക് ഏതാണ് നോക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ താഴത്ത് വന്ന് ഈ I2V 01 എന്നുള്ള മോഡലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ എത്ര എണ്ണം വേണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ക്വാണ്ടിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഒരെണ്ണം മതി, ടെസ്റ്റിങ്ങിനാണ് അല്ലേ. അപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കിയാൽ മതി. സോ ഞാൻ 1 തന്നെ അവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, ഈ 13 എന്നുള്ള അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വീഡിയോ റൈറ്റ് സൈഡ് ജനറേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് നോക്കാം. ഇതേപോലെ ഇപ്പൊ ഈ വീഡിയോ ജനറേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഇതേ മെത്തേഡ് ഫോളോ ചെയ്ത് നമുക്ക് ഇതേപോലെ കുറച്ചും കൂടി വീഡിയോസ് എന്ത് ചെയ്യാം, അറ്റ് എ ടൈം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ വീഡിയോ നല്ല രീതിയിൽ സൂപ്പറായിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കുറച്ച് വീഡിയോസ് ഈസി ആയിട്ട്, ഇപ്പൊ എത്ര ഈസി ആണല്ലേ, ഇതേപോലെ നമുക്ക് കുറെ വീഡിയോസ് ജസ്റ്റ് ക്വിക്കായി ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹൈലിയോ എഐക്കകത്ത് ഒരു 5 to 6 മിനിറ്റ് ഉള്ള 5 to 6 സെക്കൻഡ്സിനുള്ള വീഡിയോസ് ആണ് അത് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന കുറെ ക്ലിപ്സ് ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് 30 സെക്കൻഡ്സിലോ 25 to 30 സെക്കൻഡ്സിലായിട്ട് വീഡിയോസ് എന്ത് ചെയ്യാം, നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നമുക്ക് മ്യൂസിക് ഇല്ല. ആ മ്യൂസിക് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ക്യാപ്കട്ട് യൂസ് ചെയ്യാം. ക്യാപ്കട്ട് യൂസ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് എന്ത് ചെയ്യാം, ആഡ് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്ത് ചെയ്യാം, ഡയറക്റ്റായി പോസ്റ്റ് ചെയ്യാം. എത്ര ഈസി ആണല്ലോ, കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ക്യുക്കായിട്ട് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം ഗൈസ്. ബൈ.